നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. അനിഴം. ഇവർക്ക് സന്താനങ്ങൾക്ക് വേണ്ടിയുള്ള പണച്ചെലവായിരിക്കും ഈ മാസം മുഖ്യമായി നേരിടാനിടയുള്ളത്. ഒരിക്കലും നടപ്പാകില്ലെന്ന് കരുതിയിരുന്ന കാര്യങ്ങൾ സാധിക്കും. ദേഹസുഖം പൊതുവെ കുറവായിരിക്കും. പുതിയ ജോലികളിൽ പ്രവേശിക്കാൻ അവസരമൊരുങ്ങും. അടുത്ത ബന്ധുക്കളിൽ നിന്ന് വളരെയധികം സഹായം പ്രതീക്ഷിക്കാവുന്ന കാലമാണ്. വിദേശ ജോലി, നാട്ടിൽ തന്നെയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി എന്നിവയ്ക്ക് ബന്ധുജനങ്ങളുടെ സഹായത്താൽ പ്രവേശിക്കുന്നതിന് സാധിക്കും. മാനസികമായി നിലനിന്നിരുന്ന ഉത്കണ്ഠകൾ ശമിച്ച് പുരോഗതി ഉണ്ടാകും. കൂടാതെ രോഗദുരിതത്തിൽ കഴിഞ്ഞിരുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന കാലം കൂടിയാണ്. ഈ നാളുകാർ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ആഹാര കാര്യത്തിലാണ്. സമയത്ത് ആഹാരം കഴിക്കാൻ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരാം. ആഹാര കാര്യത്തിൽ ശ്രദ്ധ കുറയുക, അപ്രകാരമുണ്ടാകുന്ന അരിഷ്ടതകൾ നേരിടുക. തുടർന്ന് ഉദരവ്യാധി, വയറുമായി ബന്ധപ്പെട്ട അരിഷ്ടതകൾ ഉണ്ടാകുന്നതിനൊക്കെ സാധ്യത നിലനിൽക്കുന്നുണ്ട്. ഗുണഫലം വർദ്ധിക്കുന്നതിന് ദുർഗാഭജനം നിത്യേന വീട്ടിൽ തന്നെ നടത്തണം. എല്ലാ ദിവസവും വീട്ടിൽ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി ദുർഗാദേവിയുടെ ഭജനം കൃത്യതയോടുകൂടി ചെയ്യുന്നത് ഇവർക്ക് ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതിന് കൂടുതൽ അഭികാമ്യമാണ്. കൂടാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും ദേവീക്ഷേത്രത്തിൽ പഞ്ചദുർഗാമന്ത്ര പുഷ്പാഞ്ജലി നടത്തിക്കുന്നതും ഗുണഫലങ്ങൾ അധികരിക്കുന്നതിന് ഇവർക്ക് സഹായകമായിരിക്കും.